ആശങ്കാജനകമായ മറ്റൊരു വാർത്തയിലേക്കാണ്. മലപ്പുറത്ത് അതിഥി തൊഴിലാളികൾക്കിടയിൽ മലമ്പനി പടരുന്നു. വണ്ടൂരിൽ 3 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു. അമ്പലപ്പടി ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന 7 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേർക്കാണ് രോഗം. വണ്ടൂരിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനവും വീടുകൾ കയറി ബോധവൽക്കരണവും ആരംഭിച്ചിരിക്കുകയാണ്. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശാന്തകുമാർ, ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ഏത് രീതിയിലാണ് അതിൽ ബോധവൽക്കരണം അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുന്നത്? സ്വാതി, ഒരു 7 വയസ്സുകാരുണ്ട്, ഒപ്പം തന്നെ ഒരു സ്ത്രീയുണ്ട്, ഒരു 71 വയസ്സുള്ള ഒരു വൃദ്ധനുണ്ട്. ഇവർക്ക് 3 പേർക്കുമാണ് ഇപ്പോൾ ഈ മലമ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവർ 3 പേരും ഒരാഴ്ച മുമ്പാണ് വണ്ടൂരിലെത്തിയത്. ഇവർ ഉത്തർപ്രദേശുകാരാണ്. ഉത്തർപ്രദേശിൽ നിന്നും നാട്ടിൽ ഇവിടെ വണ്ടൂരിലെത്തിയതാണ്. ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളാണ്. നേരത്തെയും ജോലിയുണ്ടായിരുന്നു. അവർ നാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് ഇത്തരത്തിൽ മലമ്പനി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും ആരോഗ്യവകുപ്പ് ഊർജ്ജസ്വലമായ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അവർ ബോധവൽക്കരണവും ഒപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകി. ഇന്ന് രാവിലെ തന്നെ വണ്ടൂർ ബ്ലോക്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ യോഗം ചേർന്ന് തുടർ നടപടികളെക്കുറിച്ച് ആലോചന നടത്തുകയും പലയിടങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ഗൗരവമായി തന്നെയാണ് ഈ മലമ്പനിയെ ആരോഗ്യവകുപ്പും കാണുന്നത്. ഇത് അതിഥി തൊഴിലാളികൾക്കിടയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നാണ് ഏറെ ആശങ്ക ഉണ്ടാകുന്നത്. അതിലേറ്റവും ആരോഗ്യവകുപ്പ് സംശയിക്കുന്നത് ഇത് ഇവിടെ നിന്നുണ്ടായതല്ല, അത് ഉത്തർപ്രദേശിൽ നിന്നും വരുമ്പോൾ അവർക്ക് ബാധിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് പ്രാഥമികമായും ഒരു നിഗമനമുള്ളത്. ഒരു മാസം മുമ്പ് മറ്റ് ഇടത്ത് മമ്പാടും ഈ സമാനമായ രീതിയിൽ 2 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചിരുന്നു. അവരും ഇതേപോലെ തന്നെ ഉത്തർപ്രദേശിൽ നിന്നും നാട്ടിൽ എത്തിയതിനു ശേഷം, വണ്ടൂരിൽ എത്തിയതിനു ശേഷം ആണ് പനി ബാധിക്കുകയും ഇവിടെ പരിശോധിച്ചപ്പോഴാണ് മലമ്പനി എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത്. അവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ തൃപ്തികരമാണ്. ഒപ്പം തന്നെ ഇപ്പോൾ 3 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ച 3 പേരും വണ്ടൂരിലെ താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടാനൊന്നുമില്ല. പക്ഷേ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. സ്വാതി. ശരി ശാന്തകുമാർ.